നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്തു. നവംബർ 27, 28, 29 തീയതികളിൽ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ നിർമ്മിച്ച നെല്ലിക്കാട്ട് 97-ാം നമ്പർ മുത്താണിക്കാട്ട് അസൻ സ്മാരക അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫഡ് തിരൂർ ഏരിയ സമ്മേളനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. തിരൂർ പൂക്കയിൽ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് ഫൈസൽ കാടേങ്ങൽ അധ്യക്ഷത വഹിച്ചു. പൊന്നാനി നിയോജകമണ്ഡലത്തിലെ BM കായലിന് കുറുകെ പുതുതായി നിർമ്മിക്കുന്ന തുറുവാണം പാലത്തിൻ്റെയും അപ്രോച്ച് റോഡിൻ്റെയും നിർമ്മാണ ഉദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. P നന്ദകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലത്തിയൂർ ഹനുമാൻകാവ് ദേവസ്വം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ആഞ്ജനേയ കീർത്തി പുരസ്കാരം ഗായകൻ മധു ബാലകൃഷ്ണന് കോഴിക്കോട് സാമൂതിരരാജ PK കേരളവർമ്മയുടെ പ്രതിനിധികളായ ബിജു കൃഷ്ണൻ, PC ജയശ്രീ രാജ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായ സൗത്ത് അന്നാര ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടം കുർക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ ആർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വയലാർ ഓർമ്മ ദിനത്തിൽ അനുസ്മരണവും ഗാനാഞ്ജലിയും സംഘടിപ്പിച്ചു. ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവിട്ട് ചമ്രോട്ടം ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വയലാർ ഓർമ്മ ഗാന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടിയിൽ പ്രശസ്ത ഗായകൻ അനിൽ മങ്കട വയലാറിന്റെ ചലച്ചിത്ര ഗാനങ്ങളും നാടക ഗാനങ്ങളും ആലപിച്ചു. താനൂർ ബ്ലോക്കിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കുള്ള 2ാം ഘട്ട പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിശീലന ഹാളിൽ സംഘടിപ്പിച്ച ക്ലാസ് ചെറിയമുണ്ടം കൃഷി ഓഫീസർ അനീസ് മുഹമ്മദ് നയിച്ചു. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം ഗുണഭോക്താക്കൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പുത്തനത്താണി തിരുനാവായ റോഡിൽ ഇഖ്ബാൽ നഗറിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ചന്ദനക്കാവ് ഇഖ്ബാൽ നഗറിലെ വലിയ പീടിയക്കൽ മുഹമ്മദ് സിദ്ദീഖ്, ഭാര്യ റീസ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി പഴംകുളങ്ങര മേഖല മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച കുടുംബ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സംഗമം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി ജയന്തി രാജൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ നഗരസഭ 20-ാം ഡിവിഷനിൽ സൗഹാർദ്ദ റോഡ് നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലറുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.